ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളി 20 എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 7ഉം 8ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 77. ഉപശ്ലോകോത്പത്തി ജരാസന്ധയുദ്ധം മുചുകുന്ദമോക്ഷം. ശ്ലോകം 7. ബദ്ധം ബലാദഥ ബലേന ബലോത്തരം ത്വം ഭൂയോ ബലോദ്യമരസേന മുമോചിഥൈനം നിശേഷദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാത് കോന്യസ്തദോ ഹി ബലപൗരുഷവാംസ്തദാനീം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ബദ്ധം ബലാത് അഥ ബലേന ബലോത്തരം ത്വം ഭൂയോ ബലോദ്യമ രസേന മുമോചിഥൈനം നിശേഷ ദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാത് കോന്യസ്തദോ ഹി ബലപൗരുഷവാം സ്തദാനീം. അർത്ഥം: അഥ അനന്തരം ബലേന ബലരാമനാൽ ബലാത് ശക്തി കൊണ്ട് ബലമായി ബദ്ധം കെട്ടപ്പെട്ടവനും ബലോത്തരം ഏറെ ബലമുള്ളവനുമായ ഏനം ഈ ജരാസന്ധനെ ത്വം അങ്ങ് ഭൂയ വീണ്ടും ബലോദ്യമരസേന സൈന്യം ഒരുക്കി വരുമെന്ന രസം കൊണ്ട് മുമോചിഥ അഴിച്ചുവിട്ടു നിശേഷ ദിഗ്ജയ സമാഹൃത വിശ്വസൈന്യത് എല്ലാ ദിക്കുകളും ജയിച്ചു ചേർത്ത എല്ലാ രാജാക്കന്മാരുടെയും സൈന്യത്തോടു കൂടിയവനായ തഥ ജരാസന്ധനേക്കാൾ ബലപൗരുഷവാൻ ശക്തിയും പൗരുഷവും കൂടിയ അന്യ മറ്റൊരുവൻ തദാനീം അക്കാലത്ത് ക ഹി ആരാണുള്ളത്. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്നൊന്ന് നോക്കാം. ബദ്ധം ഥം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ബലാത് അഥ ബലാദഥ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ബലാത് എന്നുള്ളത് ബന്ന് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ബലേന അതും ഒട്ടും ബലം വേണ്ട. ബലേന ബന്ന് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ബലോത്തരം ബന്ന് മൃദുവായി പറയണം. ത്വം ഭൂയോ ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ബല ഉദ്യമ രസേന ചേർത്തിട്ടാണ് ബലോദ്യമ രസേന. ഇവിടെയും ബ എന്നുള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. മുമോചിഥൈനം മുമോചിത ഏനം ചേർത്തിട്ടാണ് മുമോചിഥൈനം. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നിശേഷ ദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാത്. നിശേഷ എന്നുള്ളതിൻ്റെ ശേന്ന് 2 ശാന്ന് വേണം ഊന്നി പറയാനുള്ളതാണ്. ക അന്യ അതാണ് കോന്യ സ്തദോ ഹി ബലപൗരുഷവാം. ബല ഇവിടെയും ബ എന്ന് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ബലപൗരുഷവാം സ്തദാനീം. ബദ്ധം ബലാദഥ ബലേന ബലോത്തരം ത്വം ഭൂയോ ബലോദ്യമരസേന മുമോചിഥൈനം നിശേഷദിഗ്ജയ സമാഹൃത വിശ്വസൈന്യാത് കോന്യസ്തദോ ഹി ബലപൗരുഷവാംസ്തദാനീം. അടുത്തത് 8ാമത്തെ ശ്ലോകം. ഭഗ്നസലഗ്നഹൃദയോപി നൃപൈഃ പ്രണുന്നോ യുദ്ധം ത്വയാ വ്യഥിത ഷോഡശ കൃത്വയേവം അക്ഷൗഹിണീ ശിവ ശിവാസ്യ ജഗന്ധ വിഷ്ണോ സംഭൂയ സൈകനവതിത്രിശതം തദാനീം. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. ഭഗ്ന സ ലഗ്ന ഹൃദയോപി നൃപൈഃ പ്രണുന്നോ യുദ്ധം ത്വയാ വ്യഥിത ഷോഡശ കൃത്വ ഏവം അക്ഷൗഹിണീ ശിവ ശിവാസ്യ ജഗന്ധ വിഷ്ണോ സംഭൂയ സൈക നവതി
ത്രിശതം തദാനീം. അർത്ഥം: ഭഗ്ന, യുദ്ധത്തിൽ തോറ്റ് അഭിമാനക്ഷയം വന്ന്, ലഗ്നഹൃദയ അപി, മറ്റുള്ളവരുടെ മുഖം കാണാൻ ലജ്ജയുള്ളവനുമായി തീർന്നെങ്കിലും, സ, അവൻ, നൃപൈ, രാജാക്കന്മാരാൽ, പ്രണുന്ന, പ്രേരിപ്പിക്കപ്പെട്ടവനായി തീർന്നിട്ട്, ഏവം, ഇപ്രകാരം, ത്വയാ, അങ്ങയോട്, ഷോഡശകൃത്വ, 16 വട്ടം യുദ്ധത്തെ വ്യഥിത ചെയ്തു, വിഷ്ണോ, അല്ലയോ ജഗന്നാഥനായ വിഷ്ണു, തദാനീം, അപ്പോൾ, അസ്യ, ഇവന്റെ, സംഭൂയ, എല്ലാം കൂടിച്ചേർന്ന്, സൈകനവതി ത്രിശതം, 391, അക്ഷൗഹിണി സേനയെ ജഘന്ത, അവിടുന്ന് നശിപ്പിച്ചു. ശിവ ശിവ, ആശ്ചര്യം. നമുക്ക് ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്നൊന്ന് നോക്കാം. ഭഗ്ന, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗ്ന എന്നുള്ള ഗ ന എന്ന് ചേർത്തിട്ടാണ് രണ്ടും പാതി പാതി. ഭഗ്ന, അവിടെ വിസർഗമില്ലാതെ ചൊല്ലുകയാണെങ്കിൽ 2 സാന്ന് വേണം. സ ലഗ്ന എന്നുള്ളതിന് വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ 1 സാന്ന് മതി. ലഗ്ന, അതും അതേപോലെ ഗ നാന്ന് ചേർത്തിട്ടാണ്. ഹൃദയ അപി ചേർത്തിട്ട് ഹൃദയോപി. നൃപൈ, അവിടെ വിസർഗം. പ്രണുന്നോ, യുദ്ധം, ഥം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്വയാ വ്യഥിത, ഥി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഷോഡശകൃത്വ ഏവം. അക്ഷൗഹിണീ, അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ ശിവ ശിവാസ്യ, ശിവ എന്നുള്ളതിന് 1 ശാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ അക്ഷൗഹിണീ ശിവ അങ്ങനെ ചൊല്ലണം. അക്ഷൗഹിണി എന്നുള്ളതിൻ്റെ ക്ഷൗന്ന് നന്നായിട്ട് ഊന്നി പറയണം. ജഘന്ഥ, ജ ഖ, ഖ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ഥ എന്നുള്ളത് ന ഥ എന്ന് ചേർത്തതാണ് നന്നായിട്ട് ഊന്നി പറയണത്. വിഷ്ണു, സംഭൂയ, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. സൈക നവതി ത്രിശതം ചേർത്തിട്ട് സൈക നവതി ത്രിശതം തദാനീം, വള്ളി നീട്ടിയിട്ട് മുറുക്കം. ഭഗ്നസലഗ്നഹൃദയോപി നൃപൈ പ്രണുന്നോ യുദ്ധം ത്വയാ വ്യഥിത ഷോഡശകൃത്വയേവം. അക്ഷൗഹിണീ ശിവ ശിവാസ്യ ജഘന്ഥ വിഷ്ണോ സംഭൂയ സൈകനവതി ത്രിശതം തദാനീം. ഹരിനാരായണ ഗോവിന്ദ, ജയ നാരായണ ഗോവിന്ദ, ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.